In this session, we are discussing about inflation accounting. Inflation accounting is a system of accounting which regularly records all items in financial statements at their current values. So, inflation accounting എല്ലാ ഐറ്റംസും കറണ്ട് വാല്യൂസിലായിരിക്കും റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഇൻഫ്ലേഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് ഐറ്റംസിലൊക്കെ കറൻറ്റ് പ്രൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. As the historical cost accounting system does not consider the impact of price level change on financial statements, inflation accounting emerged as a new accounting system. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ മെയിനായിട്ട് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പ്രൈസ് ലെവൽ ചേഞ്ചിനെ കൺസിഡർ ചെയ്യണില്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്നുള്ള ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിന് ഉള്ള കുറേ ലിമിറ്റേഷൻസ് കാരണമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റായിട്ട് അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ്സ്. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ ശരിക്കുള്ള ഒറിജിനൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിൽ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തേക്കുക. അതുകൊണ്ട് ഇറ്റ് ഷോസ് അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ്സ്. നെക്സ്റ്റ്, ഇൻസഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും. അതുകൊണ്ട് അതിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് ഇറ്റ് ഹാസ് insufficient provisions for calculation of depreciation. Next, values of fixed assets are unrealistic. Historical costing system, it does not give a true and fair view of business enterprise as the fixed assets are valued at their historical cost. Next, different basis. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫിക്സഡ് അസറ്റ്സിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസിലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനും ഇൻകംസിനൊക്കെ കറൻറ്റ് പ്രൈസസിലുമാണ് വാല്യൂ ചെയ്യണത്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ബേസിസ് ഫോർ വാല്യൂയിങ് ദ ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെർഫോർ ഇറ്റ് ഡസ് നോട്ട് ഷോ ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. Next, misleading inter-period and inter-firm comparison. So accounting ratios are used in historical cost accounting system, which makes it which shows misled profits and profits of inter-period and inter-firm profits for inter-period and inter-firm comparison. Next, difficulty in comparison of profitability of two plans. As this historical accounting പ്രൈസ് ലെവൽ ചേഞ്ചസ് അക്കോമഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ രണ്ട് പ്ലാൻസ് തമ്മിലുള്ള കമ്പാരിസൺ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് സീ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. First of all, it shows a better comparison of profitability. Inflation accounting helps in making better comparison of profit, and it shows a true picture of financial position of the enterprise because it accommodates price level changes. Next, it helps to keep capital intact. As price level changes of has also been considered in charging the depreciation of the assets. It helps to keep the capital intact. Next, current profit based on current price. So, inflation accounting system shows the true profit of the company and it does not show any inflated profit. Next, demerits of inflation accounting. So, inflation accounting has not been accepted by the income authorities. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് സിസ്റ്റം അവർ അപ്രൂവ് ചെയ്യുന്നില്ല.
Next, financial statement complicated down because it requires a lot of calculation. Therefore, it complicates the financial statement. Next, difficulty to make frequent changes. So, price level change വരാന്നുള്ളത് it can happen frequently. So, to update the financial statement accordingly, it's a difficult process. Next, dressed up balance sheet. So, inflation accounting system ആണെങ്കിൽ പോലും നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ താല്പര്യം അല്ലെങ്കിൽ വേറെങ്കിലും ഗ്രൂപ്പിൻ്റെ താല്പര്യം എന്നുള്ള ഒരു ബയസ് വെച്ചിക്കാണ്ട് ആ ഒരു ബാലൻസ് ഷീറ്റിനെ ഡ്രസ്സപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, റോങ് ബേസിസ് ഫോർ ഡിപ്രീസിയേഷൻ. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒരു സിസ്റ്റം ഇല്ല. ഡിപ്രീസിയേഷൻ്റെ ഒരു ഭാഗം വരുമ്പം അതിന് പ്രൈസ് ലെവൽ ചേഞ്ചസ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഇല്ല. Therefore, it does not have a well-defined basis for charging the depreciation. Next, approaches of inflation accounting. 4 approaches under. First of all, current purchasing power accounting, current cost accounting, specific and general price level accounting, periodic revaluation of fixed assets along with adoption of LIFO method. So, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കറൻറ്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയും കുറിച്ചാണ്. First of all, current purchasing power accounting. Under this approach, historical cost accounting data are adjusted on the basis of any established and approved general price index at a given date. ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ജനറൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ ബേസിസിലായിരിക്കും അക്കൗണ്ടിങ് ഡാറ്റനെ അഡ്ജസ്റ്റ് ചെയ്യുക കറൻറ്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങിൽ. അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പം so the formula for the conversion of historical cost to general price index level is conversion factor is equal to index converting to divided by converting from. Next, let's see what is current cost accounting. Under current cost accounting method, historical values of items are not taken into consideration. Rather, current values of individual items are taken as basis for preparation of financial statements. So, current cost accounting current prices are എടുക്കുക, historical pricesനെ consider ചെയ്യുന്നില്ല. The assets are valued at current cost. Next, current cost accounting മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നോക്കാം. Current cost accounting it helps to make the financial statements more meaningful. It prevents overstatement of profit കാരണം കറൻറ്റ് പ്രൈസസിലായിരിക്കും ഐറ്റംസ് ഒക്കെ എടുത്തുണ്ടാവുക. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് അറ്റ് കറൻറ്റ് കോസ്റ്റ്. ദർഫോർ ഈ ഒരു കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു കറക്റ്റ് ബേസ് ഉണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റിവീൽസ് ദ ട്രൂ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഫേം. Now coming to the demerits of current cost accounting, operating profit does not reflect on retained earnings. കാരണം operating profits retained earnings ആയിട്ട് it doesn't have any operating profits will not help in reflecting while reflecting on the retained earnings. Therefore, which is even though we are showing the true financial position of the company, it does not have any impact on the retained earnings. Next, method used for valuation not well defined. So, assets value in the method എന്താണ് കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹാസ് നോട്ട് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്. അതുപോലെ തന്നെ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ദർ ഈസ് എ നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻഡിസസ്. താങ്ക് യു.